സഹായിച്ച് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? രാഷ്ട്രീയ പാർട്ടിക്കാർ അതിലും വലിയ കള്ളന്മാരാ. അതല്ലേ, അവരുടെ പോക്കറ്റും വീശിന്നറിയാൻ അവർക്ക് ജയം കിട്ടാൻ അവർ പ്രവർത്തിക്കോ. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ജനങ്ങളെ നന്നാക്കാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മളെ രക്ഷപ്പെടുത്താനോ ജനങ്ങളെ നന്നാക്കാനോ ഇറങ്ങിയിട്ടില്ല. അവരുടെ കാര്യസാധ്യതത്തിനാണ് അവര് രാഷ്ട്രീയത്തിൽ ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും മതസംഘടനകള് നമ്മളെ രക്ഷിക്കുന്നോ, അവര് നമ്മളെ രക്ഷിക്കുന്ന വിശ്വാസം ഉണ്ടോ? ഇതൊക്കെ ഒരു പൊങ്ങച്ചാണ്. അല്ലാതെ കണ്ട് മതമായാലും രാഷ്ട്രീയ ആയാലും ഒരു പൊങ്ങച്ചത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് പേരെടുക്കണം, അവർക്ക് സ്ഥാനത്ത് കാണണം പൊങ്ങച്ചം. അല്ലാതെ കണ്ട് ആത്മാർത്ഥതയോടുകൂടി ആരും പ്രവർത്തിക്കുന്നില്ല, ആരും ഒന്നും ചെയ്യുന്നില്ല. ഇനി ഏതെങ്കിലും ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റുമോ? ദൈവം ഇപ്പോഴത്തെ കാലത്ത് മനുഷ്യരല്ലേ ദൈവം. ദൈവം ഉണ്ടോ? ഇപ്പൊ ദൈവം കാശാണ്. ദൈവം മനുഷ്യരാണ് ഇപ്പോഴത്തെ ദൈവം. മേക്കപ്പ് ഉള്ള മേക്കപ്പ് തന്നെ മതി. നിങ്ങൾ ഇപ്പോഴും നല്ല സുന്ദരിയാണ് കേട്ടാ. എന്താണ് ഇപ്പോ ഇന്നിപ്പോ നമ്മള് കണിമംഗലിൽ നിന്ന് കുരിയച്ചിറക്കി വന്നല്ലോ. അപ്പൊ നമ്മുടെ എത്ര കാലായിട്ട് ഇപ്പൊ നമ്മുടെ ജെ ബിരിയാണി കടയിൽ വന്നു തുടങ്ങിയിട്ട് എത്ര കാലമായിട്ടുണ്ട്? ഒരു 10-30 കൊല്ലായി കാണും. 30 കൊല്ലായിട്ടുണ്ട്. ഇത്ര കൊല്ലായിട്ട് നിങ്ങളുടെ ജീവിതത്തില് നമ്മുടെ കടയിൽ വരുമ്പോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് വരുന്നത് എന്ത് ഫീലാണ് വരുന്നത്? നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഫീൽ എന്താണ്? നല്ലൊരു സന്തോഷം. പ്രവൃത്തിയും സംസാരവും ഒക്കെ ഒരു നല്ല രീതിയിൽ ആയതുകൊണ്ട്. അപ്പൊ ഞാനിനി അങ്ങോട്ട് 2-3 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങളുടെ ലൈഫില് ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പോ 67 വയസ്സായി. 67 വയസ്സായി. ലൈഫില് ഒരു 67 കൊല്ലത്തെ ജീവിത അനുഭവത്തില് നമ്മളൊരു ഓർമ്മ വെച്ച നാള് മുതൽ 67 വയസ്സുള്ള കാലഘട്ടത്തില് കറക്റ്റ് പറയണേട്ടാ, ജീവിതത്തിൽ 67 കൊല്ലം ഉള്ള ജീവിതത്തില് നമുക്ക് ഏകദേശം എത്ര കൊല്ലത്തോളം ജീവിതത്തിൽ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ട്? എത്ര കൊല്ലം കാലം ദുഃഖം ഉണ്ടായി? അതെങ്ങനെ ഏകദേശം ഒന്ന് പറയാൻ പറ്റുമോ? ഏകദേശം ഒരു ചെറുപ്പകാലത്ത് വളരെ ദുഃഖങ്ങളായിരുന്നു. അച്ഛനും അമ്മയൊക്കെ ഈ പറഞ്ഞ പോലെ അവർക്ക് ജീവിക്കാൻ അറിയാത്തത് കൊണ്ട് അച്ഛനൊക്കെ നല്ല സ്നേഹത്തിലും ഒക്കെ പെരുമാറൊക്കെ ചെയ്യും. അച്ഛൻ അങ്ങനെയുള്ളൊരു പണിയെടുക്കണം, കാശ് കൊണ്ടിരണം, ഭാര്യനെ ഏൽപ്പിക്കണം എന്നൊരു ചിന്ത മാത്രമേ ആളുള്ളൂ. ചെറുപ്പകാലത്ത് സന്തോഷമായിരുന്നു. പിന്നെ അമ്മ അതിനിടയിൽ അമ്മ ഒരു പിശാചുണ്ട്. അത് ഞങ്ങളെ എപ്പോഴും തല്ലുക, ദ്രോഹിക്കുക, പണിയിരിപ്പിക്കുക ഒക്കെ ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക് അച്ഛനിൽ നിന്ന് ഒരു സന്തോഷം കിട്ടിയിട്ടുള്ളൂ, അമ്മയിൽ നിന്ന് ദുഃഖങ്ങളെ കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളൊരു കല്യാണം കഴിഞ്ഞ് ഒരു 19 വയസ്സിൽ കല്യാണം കഴിയണ വരെ പൊതുവെ ഹാപ്പി പറയാൻ പറ്റില്ല. ഈ അമ്മ പിശാചുള്ള കാരണം കൊണ്ട് പറ്റില്ല. അച്ഛൻ മാത്രമാണെങ്കിൽ ഹാപ്പി ആയിരുന്നു. അപ്പൊ കല്യാണം കഴിയണവരെ ഹാപ്പി എന്ന് പറയാൻ പറ്റില്ല. ഇനി കല്യാണം കഴിഞ്ഞിട്ട് കാലഘട്ടത്തിൽ സന്തോഷമാണോ ദുഃഖമാണോ മൊത്തത്തില്? ഒരു 10 കൊല്ലത്തോളം സന്തോഷായിരുന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെ ആള് കൂട്ടുകെട്ട് കൂടി ആകെ കുടിയും ഇതൊക്കെയായി. പിന്നെ ദുഃഖങ്ങളായി. പിന്നീട് ദുഃഖങ്ങളെ കിട്ടിയിട്ടുള്ളൂ. സന്തോഷം. അപ്പൊ ജീവിതത്തില് ലൈഫില് ഈ 67 വയസ്സുള്ള കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരലാണ് കുറച്ച് കാലഘട്ടങ്ങളുള്ളൂ. പിന്നെ കൂടുതലും ദുഃഖങ്ങളാണ്. അപ്പൊ നമുക്ക് ഇത്രയും കാലത്തെ ജീവിത അനുഭവത്തില് പുതിയ ഒരു ജനങ്ങളോട്, തലമുറയോട് എന്താണ് നമുക്ക് ഒരു പറയാനുള്ളത്? മനുഷ്യൻ ജനിക്കുന്നത് നല്ലതാണോ, ജനിക്കാതിരിക്കുന്നതാണോ നല്ലത്? ജനിക്കുന്നത് നല്ലതാണ്. അതിൻ്റെതായ രീതിക്ക് ജീവിച്ചാല് കുഴപ്പമില്ല. ഇപ്പോഴത്തെ തലമുറകളോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവരുടെ ലോകം വേറെ, നമ്മൾ ജീവിച്ച ലോകം വേറെ. ഇപ്പൊ പവറ്, പത്രാസ്, പൊങ്കച്ചം, ഫാഷൻ ഒക്കെയാണ് ഇപ്പൊ ഉള്ളത്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഉള്ളത് കൊണ്ട് നമ്മള് പവറും ഇല്ല, പത്രാസില്ല, പൊങ്ങച്ചില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ദുഃഖങ്ങളും ഇതൊക്കെ പറഞ്ഞു ഒരു ഇതായി. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാം മൂട്ടി വെക്കും. എല്ലാ ദുഃഖങ്ങളും മൂട്ടി വെച്ച് ഇപ്പൊ പൊങ്ങച്ചത്തിലും പരിഷ്കാരത്തിലേക്കാണ് ഇപ്പോഴത്തെ നടത്തം. അപ്പൊ ഇപ്പോഴത്തെ ലോകം ഒട്ടും ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. നമ്മള് ഒരു മനുഷ്യൻ ജനിച്ചില്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? ജനിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇനി കല്യാണം കഴിച്ചില്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ജനിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി മക്കൾ ഉണ്ടായില്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? നമ്മളൊരു ജന്മം ആർക്കെങ്കിലും ജന്മം കൊടുത്തില്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ?
എന്തുട്ടാ കുഴപ്പം? അത്രയും എണ്ണം കുറഞ്ഞു ഭൂമിയില്, അതല്ലേ? അത്രയല്ലേ ഉള്ളു. അപ്പൊ നമ്മള് ജനിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കല്യാണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ മക്കളില്ലെങ്കിൽ ജനിച്ചില്ലെങ്കിൽ നമുക്ക് ലോകങ്ങളില്ലല്ലോ. ആ അല്ല ഞാൻ ചോദിച്ചല്ലേ, അപ്പൊ നമുക്ക് അങ്ങനെ നമ്മൾ ജനിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ മക്കൾ ഉണ്ടായില്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും എനിക്കില്ല എന്നാണ് എന്റെ അഭിപ്രായം. നമുക്കിപ്പോ ഇനി ലൈഫിൽ ഇനി എന്താണ് ഇനി മനസ്സിലുള്ള ആഗ്രഹം എന്താ? ഇനി എന്താ ആഗ്രഹങ്ങൾ പറഞ്ഞ ഇനി സഫലീകരിക്കാൻ? അങ്ങനെയല്ല, നമുക്ക് ഇനി ഉള്ള കാലഘട്ടത്തില് ഉള്ള ആഗ്രഹം എന്താണ് ലൈഫില്? ഉള്ള ആഗ്രഹം ഇനി എന്തുട്ടാ? ചത്തു പോണം വേഗം, ദുരിതം അനുഭവിക്കും. അല്ലാണ്ട് ഇനി എന്താ ആഗ്രഹമുള്ള? ഈ പ്രായത്തില് ആഗ്രഹം പലതും ഉണ്ടെങ്കിലും അത് ഈ ലോകത്ത് സഫലീകരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ആഗ്രഹിച്ചിട്ട് എന്ത് കാര്യം? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ലോകം തിരിയണില്ല, നടക്കണമില്ല. പിന്നെ നമുക്ക് ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കാന്നല്ലാണ്ട് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളിങ്ങനെ സഹിച്ച് ക്ഷമിച്ച് ജീവിച്ചു പോവാ. ഇനി മരണം വിളിക്കുന്നവരെ. അപ്പോ നമുക്ക് ഈ വർത്തമാന കാലഘട്ടത്തിലെ ദുഃഖങ്ങള്, കഷ്ടങ്ങള്, ദുരിതങ്ങള്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും ദൈവങ്ങൾക്കോ ആർക്കെങ്കിലും നമ്മളെ സഹായിക്കാൻ പറ്റുമോ? പറ്റില്ല എന്നാണ് എന്റെ വിശ്വാസം. കാരണം ദൈവമാണല്ലോ നമ്മളെ ഇങ്ങോട്ട് പടച്ചു വിടുന്നത്. ഒരു ശക്തി ഉണ്ട് ഭൂമിയിൽ. അല്ല ഞാൻ ചോദിക്കണ്ടേ, നമുക്ക് ഈ ജീവിതത്തിൽ വരുന്ന കഷ്ടദുരിതങ്ങൾ വരുമ്പോഴേ ദൈവങ്ങൾക്ക് എന്തെങ്കിലും നമ്മളെ രക്ഷിക്കാനുള്ള വല്ല സാധ്യത ഉണ്ടോ? രക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്ന് നമ്മളെങ്ങനെ പടച്ചു വിടേണ്ട കാര്യമില്ലല്ലോ. നമ്മളെ അവിടുന്ന് ഇങ്ങോട്ട് വിടുമ്പോ ഇന്ന കാലത്ത് ഇന്നത് നീ അനുഭവിക്ക്, ഇന്നത് ചെയ്യ് എന്ന് നമ്മുടെ മണ്ടയില് എഴുതി വിട്ടിട്ടല്ലേ വിടണത്. അങ്ങനെ എഴുതി വിട്ടിട്ടില്ലേ? നമ്മൾ ഓരോ ചെയ്യുന്ന കർമ്മങ്ങൾക്കും നമ്മുടെ ഇല്ല, പലതും എഴുതി വിട്ടിട്ടുണ്ട്, പല അനുഭവം. എനിക്ക് അങ്ങനെയല്ല, നമ്മുടെ ഒരു വ്യക്തിയുടെ കുടുംബല്ലേ, മാതാപിതാക്കള്, അവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നത് അവരുടെ കർമ്മങ്ങള്, പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള്, ഈ കർമ്മങ്ങളൊക്കെ നമ്മുടെ ഭാഗ്യ നിർഭാഗ്യത്തിനെ ബാധിക്കുന്നതാണ് എന്റെ വിശ്വാസം. പിന്നെ നമുക്ക് അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിവ് വരുന്നൊക്കെ പ്രായമായിട്ടാണ്. ഇപ്പൊ നമുക്കിപ്പോ ഈ പ്രായത്തില് നല്ല അറിവാണ്. ഇനി ആദ്യം ഈ അറിവിൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ വിജയമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നു വിശ്വസിക്കുന്നു, ഇല്ലേ? ഇന്നത്തെ അറിവിൽ ഇനി ആദ്യം മോദി ജനിച്ചു വരികയാണെങ്കിൽ ഈ അറിവിൽ നിങ്ങൾ ചെറുപ്പമായിട്ട് ജനിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സാധിക്കും? തെറ്റുകളും മിസ്റ്റേക്കുകളും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റും. അതല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ജനിച്ചു വരുമ്പോ നമുക്ക് അറിവില്ലാന്ന്, നമ്മുടെ മാതാപിതാക്കൾക്കും അറിവില്ല. അപ്പൊ ഈ അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ ശാപം. അപ്പൊ നമ്മൾ ജനിച്ചു വരുമ്പോ തന്നെ നമുക്ക് ഈ വളരെ അറിവായിട്ട് വരികയാണെങ്കിൽ ചിലപ്പോ ഇത്രയധികം വിഷമങ്ങളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇല്ല. ശരിയല്ലേ? അപ്പൊ അറിവില്ലായ്മയാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മളെ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നിയത്. അത് ശരിയാണോ? അത് മുക്കാൽ ഭാഗം ശരിയാണ്. കാരണം അറിവില്ലായ്മ നമുക്ക് അത് പറഞ്ഞു തരാൻ നമുക്ക് ആളില്ല ഇവിടെ. നമ്മൾ ചെറുതും നമ്മുടെ പ്രായത്തിലുള്ള ഒരാളും കൂടെ നമ്മുടെ കൂടെ വേണം. അപ്പോഴാണ് നമ്മുടെ അറിവില്ലായ്മ ആ അറിവുള്ള ആൾക്ക്, ഈ പ്രായത്തിൽ ഇപ്പൊ അറിവായല്ലോ കൂടെയുള്ള ആൾക്ക്, അപ്പൊ അത് പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ ഒരാള് വേണം ചെറുപ്പത്തില്. ഇനി ജനിക്കാൻ പോണ ആളോട്, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോണവരോട്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കിട്ടിയൊരു അറിവ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്താണ് പറയാനുള്ളത്? അവർക്ക് പറഞ്ഞു കൊടുക്കാം നമുക്ക്. അല്ല എന്നാലും എന്തെങ്കിലും ഒരു അഡ്വൈസ് എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ പൊതുസമൂഹത്തിനോട്, ചെറുപ്പക്കാരോട്, കല്യാണം കഴിക്കാൻ പോണവരോട്, അങ്ങനെയുള്ളവരോട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായ ഒരു അറിവ്, എന്തെങ്കിലും ഒരു അറിവ്, നമുക്ക് കിട്ടിയുള്ള ഒരു അറിവ്, നമുക്ക് ബോധ്യമുള്ള ഒരു അറിവ് എന്തെങ്കിലും ആരോടെങ്കിലും പറയുകയാണെങ്കിൽ അതിന് പറയാൻ പറ്റിയ എന്തെങ്കിലും ഒരു അറിവായിട്ട് തോന്നുന്ന കാര്യം എന്താ പൊതുസമൂഹത്തിനോട് പറയാനായിട്ട്? അത് നമ്മള് ഇപ്പൊ അവരോട് പറഞ്ഞു കൊടുക്കാൻ അവര് വിശ്വസിക്കില്ല. കാരണം നമുക്ക് വയസ്സായി ഒന്നും അറിയില്ല. അതാണ് അവരുടെ ധാരണ. വയസ്സായി കഴിഞ്ഞാൽ ചിഹ്നം വരും. അതാണ് ഇപ്പൊ ആ തള്ള പറയണേ എന്നേ പറയൂ അവര്. ആരും വിശ്വസിക്കില്ല. അതിന് ചിഹ്നമില്ല, അതിന് വയസ്സായി എന്നേ പറയൂ. എന്താ അനുഭവം? ശരിയല്ലേ? അല്ല അതൊക്കെ ഞാൻ ചോദിക്കുന്നത്. അത് ശരി. അപ്പൊ നിങ്ങള്
സത്യമാണ് പറഞ്ഞത്. നമ്മൾ ആരുടെയും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വയസ്സായി, അതിന് ചിഹ്നന്റെയാണ്, അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കില്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നതേ, നീ അത് ഞാൻ മനസ്സിലാക്കി, ഞാൻ അംഗീകരിച്ചു. എങ്കിലും ഈ ലോകത്തോട്, പൊതുസമൂഹത്തോട് നമ്മൾ ജീവിച്ച് ഇതിൽ നിന്ന് ഒരു സന്ദേശം എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടായോ ഈ ലോകത്തിനോട്? എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് മക്കളെ ഒന്നില്ല, നിങ്ങൾ ഇനി ജനിക്കാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ജനിപ്പിക്കാതിരിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ മന്ദമതിയായിട്ട് ജീവിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ അറിവുള്ളവനായിട്ട് ജീവിക്കുക എന്നൊക്കെ നമ്മൾ പല രീതിയിൽ പറയാം. അപ്പൊ അങ്ങനെ ഇതിൽ നമുക്ക് പറയാനുള്ളത് പൊതു ജനങ്ങളോട്, സമൂഹത്തിനോട്, നമ്മുടെ ഇത്രയും കാലത്തെ ജീവിത അനുഭവം വെച്ചിട്ട് കിട്ടിയ ഒരു അറിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആ അറിവ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. അറിവ് ഇപ്പൊ പലതും ഉണ്ട്. എന്നാലും എല്ലാവർക്കും കൂടി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അറിവ് പൊതുസമൂഹത്തിനോട്, അല്ലെങ്കിൽ ഒരു തലമുറയോട്, ആരോടെങ്കിലും എന്തെങ്കിലും. ഇപ്പൊ പലരും ഉണ്ട് സ്വയം അധ്വാനിക്കാനും സ്വയം പ്രയത്നിക്കാനും അവര് തയ്യാറാവുന്നില്ല, മനങ്ങാമടിയാണ്. വല്ലവരും ചെയ്ത് തന്നെങ്കിൽ ആവാം എന്ന മട്ടിലാണ് ഇപ്പോഴത്തെ ജനങ്ങള്. പിന്നെ എത്രത്തോളം തട്ടിപ്പറിക്കാൻ പറ്റും, എത്രത്തോളം അവനെ പറ്റിക്കാൻ പറ്റും, എത്രത്തോളം നമുക്ക് കാശുണ്ടാക്കാൻ പറ്റും എന്നൊക്കെയുള്ള ചിന്തയാണ്. അപ്പൊ അങ്ങനെ ചിന്ത തലച്ചോറിൽ കയറി നടക്കണ ആ സമൂഹത്തോട് നമ്മൾ എന്ത് പറയാൻ? അവരുടെ ചിന്തയിൽ മുഴുവനും ദുഷിച്ച കാര്യങ്ങളെ കയറി കിടക്കണ. നല്ല കാര്യം ഇപ്പൊ തന്നെ കണ്ടു, ഓട്ടോന് 100 രൂപ മേടിച്ചത് 50 രൂപ മേടിക്കണോടത്ത് ഇപ്പൊ 50 രൂപ മേടിക്കേണ്ട ഓർത്താണ് 100 രൂപ വാങ്ങിയത്. അങ്ങനത്തെ ജനങ്ങളോട് എന്ത് പറഞ്ഞിട്ട് നല്ല തലയിൽ കയറാനാണ്? സത്യത്തിൽ നമ്മുടെ മനസ്സില് ഒരു പ്രത്യാശയും പ്രതീക്ഷ ഇല്ല. ഇല്ല, ഒട്ടുമില്ല. കാരണം ഈ ലോകം മുഴുവനും നശിച്ച് ജനങ്ങള് മുഴുവനും ദുർചിന്തകക്കാരാ. എങ്ങനെ അവനെ പറ്റിക്കാം, എങ്ങനെ നമ്മുടെ പോക്കറ്റ് വീർപ്പിക്കാം, എങ്ങനെ തട്ടിപ്പറിക്കാം. മേലനങ്ങാതെ പണക്കാരനാവണം, കാശുകാരനാവണം, അതൊക്കെയാണ് ചിന്ത. അപ്പൊ ഈ ലോകത്തോട് എന്ത് പറയാനാ? വല്ലതും കേറണ്ടേ? പറഞ്ഞാൽ നമ്മുടെ അറിവ് വെച്ചിട്ട് ഈ ലോകത്തിനോട് എന്ത് പറഞ്ഞിട്ടും പ്രയോജനമില്ല. ഇനി ഒരു കാര്യം, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നമ്മളെ സഹായിച്ച് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? രാഷ്ട്രീയ പാർട്ടിക്കാർ അതിലും വലിയ കള്ളന്മാരാ. അതല്ലേ? അവരുടെ പോക്കറ്റും കീശെന്നറിയാൻ, അവർക്ക് ജയം കിട്ടാൻ അവർ പ്രവർത്തിക്കും. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ജനങ്ങളെ നന്നാക്കാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മളെ രക്ഷപ്പെടുത്താനോ ജനങ്ങളെ നന്നാക്കാനോ ഇറങ്ങിയിട്ടില്ല. അവരുടെ കാര്യസാധ്യതത്തിനാണ് അവര് രാഷ്ട്രീയത്തിൽ ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും മതസംഘടനകള് നമ്മളെ രക്ഷിക്കുന്നോ, അവര് നമ്മളെ രക്ഷിക്കുന്ന വിശ്വാസം ഉണ്ടോ? ഇതൊക്കെ ഒരു പൊങ്ങച്ചാണ്. അല്ലാതെ കണ്ട് മതമായാലും രാഷ്ട്രീയായാലും ഒരു പൊങ്ങച്ചത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് പേരെടുക്കണം, അവർക്ക് സ്ഥാനത്ത് കാണണം പൊങ്ങച്ചം. അല്ലാതെ കണ്ട് ആത്മാർത്ഥതയോടുകൂടി ആരും പ്രവർത്തിക്കുന്നില്ല, ആരും ഒന്നും ചെയ്യുന്നില്ല. ഇനി ഏതെങ്കിലും ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റുമോ? ദൈവം ഇപ്പോഴത്തെ കാലത്ത് മനുഷ്യരല്ലേ ദൈവം? ദൈവം ഉണ്ടോ? ഇപ്പൊ ദൈവം കാശുമാണ് ദൈവം. മനുഷ്യരാണ് ഇപ്പോഴത്തെ ദൈവം, കാശും. അല്ലാണ്ട് ദൈവമില്ല. ദൈവത്തിനൊക്കെ ദൂരെ കൊണ്ടിരുത്തി. അപ്പൊ ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റില്ല, രാഷ്ട്രീയക്കാർക്ക് സഹായിക്കാൻ പറ്റില്ല, മനുഷ്യരാണ് മതത്തിന് സഹായിക്കാൻ പറ്റില്ല. അവരവരുടെ പങ്കച്ചത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാ. ഇനി നമ്മുടെ ലൈഫില് മാതൃക, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിനെ അവരും പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവം അല്ലാന്ന്? ഏത് അവര് പറഞ്ഞു കേട്ടു, സിനിമയിൽ കണ്ടു, അങ്ങനെയല്ല. ജീവിതത്തിൽ ഒരു നല്ല, നമ്മുടെ മനസ്സിന്റെ ഉള്ളില് നല്ല മനുഷ്യന്മാര്, നല്ല വ്യക്തികള്, നല്ല നമുക്ക് ഒരു തൃപ്തിയുള്ള അങ്ങനെയുള്ള വല്ല വ്യക്തികളുമായിട്ട് സംസാരിക്കുകയോ പരിചയപ്പെടുകയോ ബന്ധപ്പെടുകയോ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? അപൂർവം ചിലരേ ഉള്ളൂ, വിരലിലെണ്ണാവുന്ന ചിലരേ ഉള്ളൂ. വളരെ അപൂർവം ആളുകളുണ്ട്. കഴിഞ്ഞാ നമ്മളൊരു 1000 ആളെ പരിചയപ്പെട്ട ഒരെണ്ണം ഉണ്ടാവും നല്ലത്. അങ്ങനെയാണ്. നല്ല വ്യക്തികൾ കുറവാണ്, കൂടുതലും ഇതെങ്ങനെയാണ്. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാ ജീവിതത്തില് നമുക്ക് ഒരു നിരാശ എന്ന് പറയാൻ പറ്റുമോ? മൊത്തം ആകെ തുക നോക്കിയ ജീവിതം പിന്നെന്താ? നിരാശയല്ലേ ഉള്ളോ ഭൂമിയിലെല്ലാം? നിരാശയാണ് ജീവിതത്തില്. ഏതെങ്കിലും ഒരു പ്രായത്തില് ഒരു ജീവിതത്തിൽ ഒരു പ്രതീക്ഷകൾ ഉണ്ടായിരുന്നോ? ഒരു 5 വയസ്സില്, 10 വയസ്സില്, 20 വയസ്സില്,
പ്രതീക്ഷകളുണ്ടായിരുന്നു. കാരണം നമുക്ക് ഇനി ആനമുട്ട കിട്ടും. അത് ചിന്തിച്ചിട്ടില്ല ഞാൻ. അല്ല അങ്ങനെയല്ല, വലിയ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അല്ല, ഒരു 10 വയസ്സില് 20 വയസ്സില് അങ്ങനെയൊക്കെ പ്രതീക്ഷകള് ഏതെങ്കിലും പ്രായത്തില് ഉണ്ടായിരുന്നോ മനസ്സില്? ഇല്ല, ഞാൻ പ്രതീക്ഷകൾ അങ്ങനെ കൊണ്ട് നടക്കാറില്ല. അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്, ഏതെങ്കിലും പ്രായത്തില് നമുക്ക് ഭാവിയിൽ വളരെ മെച്ചുണ്ടാവും അല്ലെങ്കിൽ നന്നായി വരും എന്നൊരു പ്രതീക്ഷ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് അതിമോഹങ്ങളില്ല. അന്നാത്തോളം പട്ടിണി കൂടാണ്ട് ജീവിച്ചു പോണം എന്നൊരു മോഹം മാത്രമേ ഉള്ളൂ. മോഹം കൂടുന്നവർക്കാണ് പ്രതീക്ഷകൾ ഉണ്ടാവുക. എനിക്ക് മോഹം ഇല്ലാത്തത് കൊണ്ട് പ്രതീക്ഷകളില്ല. അപ്പൊ നിങ്ങളൊരു അറിവിന്റെ ഒരു ഭണ്ഡാരാണ്. അപ്പൊ നിങ്ങളെ അറിവ് ഞാൻ മൊത്തം ചൂഷണം ചെയ്തു. അതായിക്കോട്ടെ. അപ്പൊ നിങ്ങളെ ഇത്ര കാലഘട്ടത്തില് ജീവിച്ച് അക്ഷയക്കാരൻ ശനി പറയും, നിങ്ങളുടെ തല മുഴുവനും തലയുടെ ഉള്ളിൽ മുഴുവൻ അതിബുദ്ധിയാണെന്ന്. അപ്പൊ നിങ്ങളുടെ ബുദ്ധിനെ മുഴുവൻ ഞാൻ ചൂഷണം ചെയ്തെടുത്തു. ഇനി സത്യസന്ധമായിട്ട് അഭിപ്രായം പറയണം. ഞാൻ ഇത്ര നേരം നിങ്ങൾ സംസാരിച്ച് ചോദിച്ചു, ഇതുവരെ ഞാൻ സത്യസന്ധമായി പറഞ്ഞിട്ടുള്ളൂ. എന്നാലും ഞാൻ എന്താ അങ്ങനെ പറഞ്ഞാലേ, ഇപ്പൊ നമ്മള് തമ്മില് കണ്ടു തുടങ്ങിയിട്ട് എത്ര കൊല്ലം അതിന്റെ ഏകദേശം 10-30 കൊല്ലായി. ഇത്രയും കാലത്തെ അനുഭവത്തിലേ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിനെ പറ്റി നിങ്ങളുടെ ഉള്ളില് വന്നിട്ടുള്ള ഫീല്, വികാരം എന്താണ്? നല്ലൊരു അഭിപ്രായം. എന്റെ കൂട്ടത്തില് കൂട്ടാൻ കൊള്ളും എന്നൊരു ധാരണ എനിക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തില് കൂട്ടാൻ പറ്റുന്നു. കൂട്ടാന്ന് വെച്ചാല് കളവോ ചതിയോ വഞ്ചനയോ ഒന്നും ഇല്ല എന്നാണ് എന്റെ മനസ്സിലെ സങ്കല്പം. ഇപ്പൊ ഉള്ളിലിരിപ്പ് എന്താന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്റെ ഒരു ധാരണ ഞാൻ പറഞ്ഞു. 30 കൊല്ലത്തെ ധാരണ അങ്ങനെയാണ്. ആ ധാരണ ഇനി തെറ്റാണ്ടിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഉള്ളിലുള്ള ഇത് പ്രകാരം നമ്മളെ ഇവൻ ചതിക്കുമോ അല്ലെങ്കിൽ പറ്റിക്കുമോ, ഇത് പഞ്ചാര വർത്താനം പോയി അങ്ങനെയൊക്കെ ഒരു രീതി വരുന്നുണ്ടോ? ഇല്ല, കാരണം ചതിച്ചെങ്കിൽ അങ്ങോട്ട് മനസ്സിന് സന്തോഷമായിക്കോട്ടെ. ചതിക്കണെങ്കിൽ ഒരാൾക്ക് ഒരാളെ ചതിക്കുമ്പോ മനസ്സിന് സന്തോഷമാണല്ലോ കിട്ടുക. ആയിക്കോട്ടെ. ആ ചതി കഷ്ടത നമ്മളെ അനുഭവിക്കാൻ വേണമെങ്കിൽ അവിടുന്ന് പടച്ചു വിട്ടുണ്ടാവും. അപ്പൊ ഇനി ഇത്ര നേരം വിശദമായിട്ട് പറഞ്ഞതിനൊക്കെ പ്രത്യേകം എന്നാലും ഒരു ഉപദേശം എനിക്ക് തരാനുള്ള ഒരു ഉപദേശം എന്തുട്ടാ? ഈ ചോദ്യങ്ങൾ മുഴുവൻ ചോദിച്ചാൽ എന്നോട് ഒരു ഉപദേശം പറയാനായിട്ട് എന്തെങ്കിലും? അല്ല, എന്നാലും ഒരു ഉപദേശം. കളവും ചതിയും വഞ്ചനയും ഇല്ലാണ്ട് സത്യസന്ധമായി നടക്കുക. അതേ ഉള്ളൂ. അപ്പൊ ശരി, വളരെ സന്തോഷം കേട്ടാ. സത്യസന്ധമായിട്ട് ഹൃദയം തുറന്ന് നമ്മളെ അറിവ് പകർന്നു തന്നതിന് വളരെ നന്ദി. ഓക്കെ, ശരി ശരി. ഒരു ജന്മം നമുക്ക് വേണോ വേണ്ടയോ എന്നൊരു ചോദ്യം വെച്ചാലേ, നിങ്ങൾ മരിക്കാൻ പോകുന്ന സമയമാണ്. വേണ്ടെന്ന അഭിപ്രായം. ഇനിയൊരു ജന്മം വേണ്ട. ഒന്നിലും ഇല്ല. നമുക്ക് നമ്മുടെ ആരോഗ്യം ഉണ്ടാവണം, നമുക്ക് സമ്പത്ത് ഉണ്ടാവണം, ആരോഗ്യം ഉണ്ടാവണം. അപ്പൊ നമ്മുടെ സമ്പത്ത് കൊണ്ടും ആരോഗ്യത്തെ കൊണ്ടും നമുക്ക് ജീവിച്ചു പോരാം. അല്ലാണ്ട് ആർക്കും നമ്മളെ രക്ഷിക്കാനോ ഇതിനോ പറ്റില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ മതത്തിനോ ദൈവത്തിനോ പറ്റിയോ? ഒന്നും പറ്റില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാലോ മതം വിചാരിച്ചാലോ ദൈവം വിചാരിച്ചാലോ പറ്റില്ല. നമ്മളെ രക്ഷിക്കാനെങ്കിൽ നമ്മൾ വിചാരിക്കണം. നമുക്ക് ആരോഗ്യം ഉണ്ടാവണം, സമ്പത്ത് ഉണ്ടാവണം. ഇതില്ലാണ്ട് ആരൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതുകൊണ്ട് പ്രയോജനമില്ല.